കേരളത്തിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ കേളികൂട്ടിന് ഇനി 2 മാസം പോലും തികച്ചില്ല. എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയാം. ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വയനാട്ടിലെ മാനന്തവാടിയിൽ കോൺഗ്രസ് നേതൃ ക്യാമ്പ്, ലക്ഷ്യ എന്ന പേരിൽ ക്യാമ്പ് നടത്തി. അവർ ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുപോലെയാണ് അവരുടെ പെരുമാറ്റം. ആർക്കൊക്കെ സീറ്റ്, ഏതൊക്കെ സീറ്റ്, എവിടെയൊക്കെ മത്സരിക്കണം, ആർക്കൊക്കെ പുതിയ ഘടകകക്ഷികൾ വേണം, ഒക്കെ എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ അവരുടെ പ്രഖ്യാപനം ഇങ്ങനെയാണ്. അവർ തുടങ്ങുന്നത് തന്നെ 2 മുദ്രാവാക്യങ്ങളുമായിട്ടാണ്. 1, ഞങ്ങൾ 100 കടക്കും. 2, കടക്കു പുറത്ത് എന്ന് പറഞ്ഞാൽ പിണറായി വിജയനോട് കടക്കു പുറത്ത് എന്ന് അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ എടുത്തുകൊണ്ട് ക്യാമ്പയിൻ നടത്താനും 100 സീറ്റ് ഞങ്ങൾ ജയിച്ചിരിക്കും എന്നൊരു ആത്മവിശ്വാസത്തോടെ പ്രഖ്യാപിക്കാനും അവർ തയ്യാറാവുന്നുണ്ട്. AK ബാലന്റെ സ്റ്റേറ്റ്മെന്റ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 3ാമത് തവണ 101% ഉറപ്പോടുകൂടി 3ാമത്തെ തവണ പിണറായി വിജയൻ ഭരിക്കും, പിണറായി തന്നെ നയിക്കും എന്നൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പുറത്ത് NDAയും BJPയും അവരുടേതായ അജണ്ടകളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ജനങ്ങളുടെ മനസ്സ് എന്ത് തീരുമാനിക്കും എന്ന് അവസരം കൊടുക്കാനോ അത് പഠിക്കാനോ ശ്രമിക്കാതെ നമ്മുടെ ഭരണമുന്നണികൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ മുന്നണികൾ ഏകപക്ഷീയമായി ഞങ്ങൾ ഓരോരുത്തരും എത്ര സീറ്റ് നേടുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ജനങ്ങളെ സത്യത്തിൽ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് പറയാം, നേർക്കുനേരെ പറഞ്ഞാൽ. എന്തായാലും നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള പ്രശ്നം ഈ വാഗ്ദാനങ്ങളിൽ അല്ലെങ്കിൽ ഈ മോഹങ്ങളിൽ, ഈ അവകാശവാദങ്ങളിൽ എത്രത്തോളം ജനമനസ്സ് പങ്കുചേരുന്നുണ്ട്, അതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ ചർച്ച നമുക്ക് ആരംഭിക്കാം. സാറ് തുടങ്ങിക്കോളൂ. സാർ, സ്വാഭാവികമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള അവകാശവാദങ്ങളെന്ന് പറയുന്നത് അവരുടെ ഉത്തരവാദിത്തമാണ് വാസ്തവത്തിൽ. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് കുറച്ച് നമ്മൾ പിന്നോട്ട് പോയി ചിന്തിച്ചാൽ, കഴിഞ്ഞ വർഷം 2 തവണ ഭരണത്തിലേറിയതിനു ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് 3ാം വട്ടവും ജയിക്കുമെന്ന് ഉറപ്പിച്ച് ഇസ് ബാർ 4 സൗ പാർ എന്ന് പറഞ്ഞു. ഏതാണ്ട് ഇന്ത്യയിലെ എല്ലാവിധ സംവിധാനങ്ങളും ഇത് ഏതാണ്ട് അംഗീകരിച്ചു കൊടുക്കുന്ന ഒരു രീതിയിലാണ് കടന്നുപോയത്. പക്ഷെ ഫലം വന്നപ്പോൾ നേരെ വിപരീതമായി. പിന്നീട് അതിന് പല കാരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതെങ്കിലും ഏതാണ്ട് അതേ മാർഗത്തിൽ കൂടിയാണ്, അതേ വഴിയിൽ കൂടിയാണ് ഇപ്പോൾ നമ്മുടെ കുറച്ചു കാലം മുമ്പ് പിണറായി സർക്കാർ 3ാമതും എത്തും 3.0 എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് അവരും ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതേ പിന്തുടർന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള ചർച്ചകൾക്ക് ശേഷം അവർ പറയുന്നത്, കോൺഗ്രസ് പറയുന്നത് ഞങ്ങൾ 100+ ആണെന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ജനത്തിൻ്റെ മനസ്സിനെ ഇവർ അളർന്നു കുറിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും നമുക്ക് തീവ്രത അളക്കാനുള്ള സാങ്കേതിക സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ പാർട്ടികൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും ജനത്തിൻ്റെ മനസ്സളക്കാനുള്ള ഒരു സംവിധാനം അവർ കണ്ടുപിടിച്ചിട്ടില്ല എന്ന് സമ്മതിക്കാൻ പോലും അവർ തയ്യാറാകാത്തതിൻ്റെ ഫലങ്ങളാണ് വാസ്തവത്തിൽ. ഇത് അവിടെ നമ്മൾ ഹെവി വെയിറ്റ് ബോക്സേഴ്സൊക്കെ ഒരു ഈ മത്സരത്തിന് മുന്നോടിയായി നടത്തുന്ന ഒരു ഞാൻ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരു പക്ഷേ ഒരു മേൽക്കോയ്മ കിട്ടും. അത് പക്ഷേ ആ മേൽക്കോയ്മ ജനങ്ങളുടെ മനസ്സിലേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള ഒരു ശ്രമം കൂടി ആയിക്കൂടായികയില്ല. എന്തായാലും അത് അവരുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ആത്യന്തികമായി ജനമാണ് തീരുമാനിക്കുന്നത്. ജനം ചിന്തിക്കും, ജനം ഉറപ്പിക്കും എന്ന് ഇവർ മനസ്സിലാക്കാഞ്ഞിട്ടല്ല വാസ്തവത്തിൽ, എങ്കിലും മനസ്സിലാക്കിയതായി നടിക്കുന്ന ഭാവം പോലുമില്ല. അതിൻ്റെ തുടക്കമാണ് വാസ്തവത്തിൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഏപ്രിൽ 2ാം വാരത്തോടുകൂടി ഏതാണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരും, അല്ലെങ്കിൽ ആ പ്രോസസ്സിലേക്ക് പോകുന്നതാണ് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ 2 മാസത്തെ കാലാവധിയേ ഉള്ളൂ ഇനി. പക്ഷേ ഈ 2 മാസം വന്നപ്പോഴേക്ക് കോൺഗ്രസ് ഏതാണ്ട് ഒരുങ്ങിക്കഴിഞ്ഞു. കാരണം ഞങ്ങൾ ഗോദയിലേക്ക് ഇറങ്ങി, ഞങ്ങളുടെ എല്ലാം സജ്ജമാണ്. അവർ വിഘടിച്ച് നിന്ന് അല്ലെങ്കിൽ മാറി നിന്ന് ശശി തരൂരിനെ പോലും കൃത്യമായിട്ട് അവർ ഗോദയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. അത് കോൺഗ്രസിൻ്റെ ഒരു നേട്ടമാണെന്ന് വേണമെങ്കിൽ അവകാശപ്പെടാം. ഇപ്പുറത്ത് CPM അതിന് സമാനമായ ചില കാര്യങ്ങൾ പറയുന്നു. പ്രായത്തിൻ്റെ പരിധി പറഞ്ഞുകൊണ്ട് CPMന്റെ നേതൃതലത്തിൽ നിന്നിരുന്ന ചില നേതാക്കളെ അവർ ഇപ്പോൾ മാറ്റി നിർത്തിയിരുന്നു. ഉദാഹരണത്തിന് AK ബാലൻ, അല്ലെങ്കിൽ തോമസ് ഐസക്, G സുധാകരൻ, ഇവരൊക്കെ മാറി നിന്നപ്പോഴും പലപ്പോഴും AK ബാലൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയം മുതൽ തന്നെ പല കാര്യങ്ങളിലും അഭിപ്രായം പറയുന്നത് കേട്ടു. പിണറായി വിജയനാണ് നേതാവ്, പിണറായി വിജയൻ ഇനി നയിക്കും, പിണറായി വിജയൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. സത്യത്തിൽ AK ബാലൻ ഇത് പറയുമ്പോൾ ഒരു വലിയ പിണറായി ഭക്തരായിട്ട് മാറി, അല്ലെങ്കിൽ പിണറായിയെ പുകഴ്ത്തലായി മാറി എന്നൊക്കെ നമ്മൾ സാധാരണക്കാരായി ആളുകൾ ചിന്തിച്ചു. പക്ഷേ കൃത്യമായി രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലായി ഇത് പിണറായി വിജയനായിട്ടുള്ള താങ്ങാണെന്ന്. കൃത്യമായിട്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കെത്തിയപ്പോൾ വീണ്ടും AK ബാലൻ രംഗത്തെത്തി. ഇത്തവണ ഇതാ 3.0 വരുന്നു, LDF സർക്കാർ 3.0 വരും എന്നൊക്കെ പറയുമ്പോൾ പിണറായി വിജയന് പ്രായപരിധിയുടെ ആനുകൂല്യം ഇത്തവണ നൽകും, വേണമെങ്കിൽ പിണറായി വിജയൻ തന്നെ നയിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AK ബാലൻ വരുന്നു. AK ബാലൻ എന്താ ഇപ്പം ശരിക്കും പദവി അതറിയില്ലല്ലോ. G സുധാകരൻ എന്തെങ്കിലും മിണ്ടിയാൽ അത് വിവാദമായി മാറുന്നു. തോമസ് ഐസക് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വിവാദമാക്കി മാറ്റാൻ കുറച്ച് പേരുണ്ട്. തോമസ് ഐസക്കിനെ പിന്നീട് നിവൃത്തിയില്ലാതെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു. ഇവിടെ AK ബാലനും പാർലമെന്ററി മോഹം ഉണ്ടാവുക സ്വാഭാവികമല്ലേ. AK ബാലന്റെ ഭാര്യ കഴിഞ്ഞ തവണ മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കിംവദന്തിയൊക്കെ കേട്ടു.
നേരിട്ടു. എന്തായാലും വലിയ എതിർപ്പ് വന്നവർക്ക് സീറ്റ് കിട്ടിയില്ല. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്, സ്വാഭാവികമായിട്ട് അവർക്കൊരു സീറ്റ് തരപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ AK ബാലൻ ഇത്തരത്തിലുള്ള ചില നിലപാടുകളുമായിട്ട് വരുമ്പോൾ അത് CPM-നെ അനുകൂലിക്കുന്ന, LDF-നെ അനുകൂലിക്കുന്ന ഒരു നിലപാടല്ല, ശരിക്കും അവരെ പ്രതിരോധത്തിലാക്കുന്ന ചില നിലപാടാണ്. അപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു കാര്യം എടുത്ത് പറഞ്ഞാൽ ഇനി CPM ഒരു വട്ടം കൂടി അധികാരത്തിലേക്ക് വരരുത് എന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ട്, സത്യസന്ധരായ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് വേണമെങ്കിൽ പറയാം. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് താല്പര്യമുണ്ടോ ഇനി ഒരു തവണ കൂടി തുടർച്ചയായിട്ട് ഈ സർക്കാർ അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്? വരരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം തീർച്ചയായിട്ടും ഇപ്പോൾ AK ബാലന്റെ പല സ്റ്റേറ്റ്മെന്റുകളും വിരുദ്ധ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ചർച്ച ചെയ്യാവുന്നൊരു കാര്യം, ഈ കോൺഗ്രസ് ലക്ഷ്യ എന്ന പേരിൽ ക്യാമ്പ് ചേർന്ന് ഒരു പുതിയ ഊർജത്തിന്റെ ഒരു പുതിയ മുഖം മലയാളത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷേ LDF ആക്ച്വലി അവരുടെ സ്വപ്ന പദ്ധതികളൊക്കെ ഈ വർഷം പരാജയപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ആറന്മുള, ഈ ശബരിമല വിമാനത്താവളം ഉൾപ്പെടെ, കേരളയിൽ ഉൾപ്പെടെ ഒന്നൊന്നായി പരാജയപ്പെടുന്നത് കാണുകയാണ്. 2, ജനപ്രിയ പദ്ധതികൾ എന്ന നിലയിൽ അവസാനത്തെ 6 മാസത്തേക്ക് വെച്ചത് പലതും പരിഹാസ്യമായി തീരുകയാണ്. മുഖ്യമന്ത്രിയോട് നേരിട്ട് വിളിക്കാം, ചോദിക്കാം എന്നൊക്കെ പറയുന്നത് തള്ളിപ്പോയ മട്ടാണ്. ചോദ്യം ഇതാണ്, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൂടെ വെളിച്ചത്ത് വന്ന കണക്കനുസരിച്ച് 52 സീറ്റാണ് ഇപ്പോൾ ഇടതുപക്ഷത്തിന് കഷ്ടിച്ച് ജയിക്കാവുന്നതുള്ളത്. അതിനെ മറികടക്കാനുള്ള പ്രവർത്തന പദ്ധതികൾ AK ബാലനെ പോലുള്ള ഈ വായി പോയ കൊടാലികളെ കൊണ്ട് വർത്തമാനം പറയിപ്പിക്കുക അല്ലാതെ അതിനുള്ള ആക്ഷൻ പ്ലാൻ, കോൺഗ്രസ് ചെയ്യുന്നത് പോലുള്ള ആക്ഷൻ പ്ലാൻ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അത് ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, ഈ വാക്കും നാക്കും പാർട്ടി ഘടകങ്ങൾക്കുള്ളിൽ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ മറികടന്നിരിക്കും, അതെല്ലാം മറന്നുപോയിരിക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നത്, ഇപ്പോൾ AK ബാലൻ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണ്, ഒരു പരിധിവരെ നമ്മുടെ G. സുധാകരൻ അദ്ദേഹം ഇപ്പോൾ പഴയ തലങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വാരി കൊന്തോന്നും അടങ്ങില്ല, അതിന് പകരമായിട്ട് വാസ്തവത്തിൽ ഉപയോഗിക്കുന്നത് കവിതയാണ്. കവിത ഉപയോഗിച്ചുകൊണ്ട് അതാണ്. അപ്പോൾ ഈ കവിത ഉപയോഗിച്ചുകൊണ്ട് മർമ്മത്തിൽ കുത്തിയിട്ട് അത് കവിതയാണ് എന്ന് പറഞ്ഞ് വളരെ തന്ത്രപരമായ ഒരു മെയ്വഴക്കത്തോടു കൂടി ഒഴിഞ്ഞു പോകുന്ന കാഴ്ചയാണുള്ളത്. ചുരുക്കത്തിൽ ഇപ്പോൾ തന്നെ ബാലൻ്റെ പ്രസ്താവന അതും ഈ പാർട്ടി ചട്ടങ്ങൾക്ക് വിരുദ്ധമാണത്. കാരണം ഇത്തരത്തിലൊന്നും പൊതുവെ പുറത്തേക്ക് വന്ന അഭിപ്രായം പറയാൻ അനുവദിച്ചിരുന്ന ഒരു പാർട്ടിയല്ല, അങ്ങനെ ഒരു കീഴ്വഴക്കമുള്ള പാർട്ടിയല്ല. ഇപ്പോൾ സിനിജി പറഞ്ഞൊരു കാര്യം ശരിയായിരിക്കും, ദുരുദ്ദേശവും ഉണ്ട് അതിനകത്ത്. കാരണം അണികളിൽ മഹാഭൂരിപക്ഷവും സ്വന്തം പാർട്ടി വരട്ടെ, CPM വീണ്ടും വരട്ടെ, ഇടതുപക്ഷം വരട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴും പിണറായി ഇനി വേണ്ടെന്ന് ആഗ്രഹിക്കുന്നവരാണ് മഹാഭൂരിപക്ഷം. ആ ജനങ്ങളോടാണ് AK ബാലൻ പറയുന്നത് ഇദ്ദേഹം തന്നെയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മോഹം വെക്കണ്ട, വോട്ട് കൊടുക്കണ്ട അല്ലെ? അങ്ങനെയല്ലേ? വളരെ സുഖിപ്പിക്കുന്ന രീതിയിലാണ് AK ബാലൻ സംസാരിക്കുന്നത്. അതാണ് കേട്ട പിണറായി വിജയന് ഒരു സന്തോഷമൊക്കെ തോന്നും, പക്ഷെ അത് വലിയ ദുരുദ്ദേശം. കാരണം AK ബാലൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയനും AK ബാലനും ഈ കോടിയേരിയും ഒക്കെ ഏതാണ്ട് ഒരേ കാലത്ത് കോളേജിൽ പഠിച്ച് ഒരേ കാലത്ത് രാഷ്ട്രീയം കളിച്ചു വന്ന, എന്നിട്ട് പിണറായി വിജയന്റെ ഒരു ശാഠ്യത്തിലാണ് ഈ തോമസ് ഐസക്കിനെ, G. സുധാകരനെയൊക്കെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ AK ബാലനെ ഒഴിവാക്കിയത്. അതിൻ്റെ ഒരു എന്താ പറയുക ബുദ്ധിമുട്ട്, ഒരു ഫ്രസ്ട്രേഷൻ ഒക്കെ കാണില്ലേ? മാത്രമല്ല AK ബാലൻ തൻ്റെ ഭാര്യയെ കഴിഞ്ഞ് നമ്മുടെ ലോക്സഭ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനായിട്ട് എല്ലാ പദ്ധതികളും ആസൂത്രണം ചെയ്തു. പക്ഷെ പാലക്കാട് സ്വാഭാവികമായിട്ടും തലമുറ മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ AK ബാലന് കൈമാറിപ്പോയി. ഇപ്പൊ MP രാജേഷ് ഉൾപ്പെടെയുള്ളവർ പാലക്കാടിനെ നിയന്ത്രിക്കുന്ന അവസരത്തിലേക്ക് എത്തി. അപ്പം ബാലന്റെ ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്, ഇപ്പോൾ BJPയുടെ ചില നീക്കങ്ങൾ, ഇപ്പം BJPയുടെ ശോഭാ സുരേന്ദ്രൻ കായംകുളത്ത് മത്സരിക്കാൻ പോകുന്നു, രാജീവ് ചന്ദ്രശേഖരൻ നേമത്ത് മത്സരിക്കാൻ പോകുന്നു, വട്ടിയൂർക്കാവിലേക്ക് ശ്രീലേഖ അല്ലെങ്കിൽ സുരേന്ദ്രൻ വരാൻ പോകുന്നു. ഈ രീതിയിലേക്കുള്ള നരേറ്റീവ് വരുന്നു. ഇത് സ്വാഭാവികമായിട്ടും മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു കഥകൾ കൂടിയാണ്. പക്ഷേ ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം കിട്ടിയില്ല, അതുകൊണ്ട് ഇനി അവർ മത്സരിക്കാൻ വരുന്നില്ല, എന്നെ പറഞ്ഞു പറ്റിച്ചു. ശ്രീലേഖ തന്നെ ഒടുവിൽ പോസ്റ്റ് ഇടുന്നു, ഞാൻ പറഞ്ഞതിൽ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഈ മാപ്രകൾ എൻ്റെ പിന്നാലെ വരുന്നു എന്നാലോചിക്കുക. അപ്പം മാധ്യമ പ്രവർത്തകരുടെ ചില കള്ളക്കളികൾ ഇവിടെ കാണുന്നു. BJPക്ക് എന്തെങ്കിലും തരത്തിൽ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനെ ഇല്ലാതാക്കണം. ആദ്യം ശ്രീലേഖ എടുത്തിട്ട് നോക്കി, പക്ഷെ ശ്രീലേഖ വളരെ തന്ത്രപൂർവ്വം അതിനെ പ്രശാന്തിനെതിരെയുള്ള ആയുധമായിട്ട് ഉപയോഗിച്ചു. പിന്നീട് അത് രാജേഷ് എന്ന് പറയുന്ന മേയറുടെ മുമ്പിലേക്ക് ഇരുന്നു. രാജേഷ് പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വീണ്ടും രാജേഷിന്റെ അടുത്ത് ചോദിക്കുന്നു, അല്ല ശ്രീലേഖ മേയറാക്കിയില്ലല്ലോ. അപ്പോൾ വീണ്ടും രാജേഷ് പറഞ്ഞു മുഖ്യമന്ത്രി ഞങ്ങളുടെ കൂടെ എല്ലാ സഹകരണത്തിലും ഉണ്ടെന്ന്. അപ്പോൾ ഒരു തന്ത്രം കാണിക്കേണ്ട രാഷ്ട്രീയക്കാരനായിട്ട് VV രാജേഷ് മാറി. പക്ഷേ ശ്രീലേഖയ്ക്ക് അത്രയും പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇവിടെ BJPയെ കൂടുതൽ കുഴപ്പത്തിലാക്കാനായിട്ട് കുറച്ച് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. ഇവിടെ AK ബാലനെ കുഴപ്പത്തിലാക്കാനായിട്ട് മാധ്യമങ്ങൾ ശ്രമിക്കുന്നു. കോൺഗ്രസിനെയും കുഴപ്പത്തിലാക്കാൻ മാധ്യമങ്ങളുടെ അജണ്ട ശരിക്കും നടപ്പാക്കും. തീർച്ചയായിട്ടും. ഇതിൽ അവസാനത്തെ ഒരു കാര്യം കൂടി, കോൺഗ്രസ് ഈ മുഖം മിനുക്കിയിട്ട് ഒരു പുതിയ ശോഭയോടുകൂടി രംഗത്ത് വരുന്നു എന്നൊരു തോന്നലുണ്ടാക്കുന്നുണ്ട്. അത് കോൺഗ്രസിനകത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലാതാക്കുമോ, അതോ അത് പരിഹരിക്കാൻ അത് ഇല്ലാതായാൽ, ഗ്രൂപ്പ് ഇല്ലാതായാൽ പിന്നെ കോൺഗ്രസ് ഉണ്ടാവുമോ? അല്ല, ഈ ഒരു ഐക്യം എപ്പോഴും സംഭവിക്കുന്നത് കോൺഗ്രസിൽ മുൻകാല ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ
ഒരു കെട്ടിപ്പിടിച്ചത് ചിരിയോടുകൂടി എല്ലാം തീർന്നു എന്ന് പറയും. പക്ഷെ പിന്നെയാണ് തുടക്കം. പാരവെപ്പ്. ഇതിപ്പോൾ പിന്നെ ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞ് ഏത് കരയും ഏത് വിധത്തിലും ഈ ഇലക്ഷൻ ജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ തന്ത്രം. കാരണം ഇല്ല എങ്കിൽ ഒരു വട്ടം കൂടി അവർ പുറത്ത് നിൽക്കേണ്ടി വന്നാൽ ശ്വാസം മുട്ടി ഇതിലെ ഘടകകക്ഷികൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ മരിച്ചു പോകുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ കെട്ടിപ്പിടിക്കാൻ തരമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐക്യം ഉണ്ട് എന്ന് ജനങ്ങളുടെ മനസ്സുകളിലേക്ക് കുത്തിവെച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ ഇനി അത് ജയിച്ചാൽ അന്ന് മുതൽക്ക് കോൺഗ്രസിൻ്റെ തനി സ്വഭാവം നമ്മൾ ഉദാഹരണത്തിന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ ആര് നിശ്ചയിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഖാർഗെ പ്രസിഡന്റ് അദ്ദേഹം രാഹുൽ ഗാന്ധിയെ ചൂണ്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇദ്ദേഹം പറയും എന്ന് പറഞ്ഞു. ആ അവസ്ഥയിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒന്നും ആലോചിച്ചു, ഹൈക്കമാൻഡ് ആര് എന്നിട്ട് ഒരുമിച്ച് രണ്ടുപടി പറഞ്ഞു ഹൈക്കമാൻഡ് തീരുമാനിക്കും, പ്രശ്നമില്ലല്ലോ എല്ലാവരും ചേർന്നുള്ള ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിനറിയാം വ്യക്തമായ കാര്യങ്ങളോടുകൂടി പ്ലാനോടുകൂടി നീങ്ങിയില്ല എങ്കിൽ വരാൻ പോകുന്ന വലിയ വിപത്ത്. അന്തിമമായി ഇവരുടെയൊക്കെ ഈ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുന്നണികളൊക്കെ അവതരിപ്പിക്കുന്നത്. അന്തിമമായി തീരുമാനിക്കേണ്ടവർ ഒരുപക്ഷെ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കണം. അത് ജനം എന്ന യജമാനാണ്. അവരെന്ത് തീരുമാനിക്കുമെന്ന് ഏതാനും മാസങ്ങൾക്കുള്ളിൽ നമുക്കറിയാം. അവരുടെ മനസ്സറിഞ്ഞ് പെരുമാറിയാൽ എല്ലാവർക്കും നല്ലത്. ABC ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. കുറച്ച് നാളായി അതിൻ്റെ വാർത്തകൾ, ദേശവിശേഷങ്ങൾ ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ചാനൽ കൂടി പ്രേക്ഷകർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.